നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കി കാണിക്കുന്നത് നമ്മൾ കർക്കിടകത്തിൽ ഉറപ്പായിട്ടും കഴിച്ചിരിക്കേണ്ട ഒരു ഉലുവാക്കഞ്ഞിയുടെ റെസിപ്പിയാണ്. നമുക്ക് 7 ദിവസം 14 ദിവസമൊക്കെ നമ്മൾ കർക്കിടകത്തിൽ പലതരം ഔഷധക്കഞ്ഞികൾ കഴിക്കുന്ന പതിവുണ്ട്. ഇത് അങ്ങനെ ഒരു ഉലുവാക്കഞ്ഞി എന്ന പേരെങ്കിലും ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ ചേരുന്നുണ്ട്. ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ വേണം നമുക്ക് നോക്കാം. നമുക്ക് ഞവരേരി വേണം 1 കപ്പ്, അതുപോലെ നുറുക്ക് ഗോതമ്പ് 1/4 കപ്പ്, ഇത് ഉണക്കലരി അത് നമുക്ക് 1/4 കപ്പ് വേണം, അതുപോലെ തന്നെ ജീരകം വേണം 1 ടേബിൾ സ്പൂൺ, ഉലുവ ഇത് 1 ടേബിൾ സ്പൂൺ വേണം, അതുപോലെ തന്നെ ഇത് അയമോദകമാണ് അത് 1 ടീസ്പൂൺ വേണം, ഇത് ആശാളി ഇതും 1 ടീസ്പൂൺ വേണം. ഇനി നമുക്ക് ചുക്കുപൊടി വേണം 1/2 ടീസ്പൂൺ, അതുപോലെ ഉപ്പ് പാകത്തിന്, ഇത് കുറച്ച് ചുമന്നുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടിയും ചതച്ച് വെച്ചേക്കുന്നതാണ്, അതും വളരെ കുറച്ച് വേണം. പിന്നെ ഒരു തേങ്ങ ചിരവിയിൽ നിന്ന് എടുത്തേക്കുന്ന കട്ടി തേങ്ങാപ്പാൽ അതും വേണം. നമുക്ക് കുറച്ച് വെള്ളവും വേണം. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഞവരേരി 1 കപ്പ് നമ്മൾ എടുത്തു വെച്ചേക്കുന്നത്, ഇത് കഴുകി തുടച്ച് വെച്ചേക്കുന്നതാണിത്. ഇതൊരു കുക്കറിലിടാം. അതുപോലെ തന്നെ നുറുക്ക് ഗോതമ്പ് 1/4 കപ്പ്, ഇനി ഉണക്കലരി അതും 1/4 കപ്പ്, ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ചുക്കുപൊടി ചേർക്കണം, 1 ടീസ്പൂൺ നമുക്ക് അയമോദകം ചേർക്കണം, അതുപോലെ തന്നെ ആശാളി ഇതും 1 ടീസ്പൂൺ ചേർക്കണം. നമുക്ക് ഉപ്പ് കൂടി ചേർക്കണം. ഇനി ഇത് ചുമന്നുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കുന്നതാണ്, ഇതുകൂടി ചേർക്കാം നമുക്ക്. ഇനി നമുക്ക് ഈ കഞ്ഞി വേവിക്കാൻ വേണ്ടിയിട്ട് പാകത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് ഈ പ്രഷർ കുക്കറിൽ ഇതെല്ലാം കൂടി നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ ഞവരേരിക്കൊക്കെ നല്ല വേവുണ്ട്, അപ്പോൾ നമുക്ക് നല്ലോണം വെള്ളം ചേർക്കണം. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. വേവിക്കാൻ വെച്ചിട്ട് കുറച്ച് സമയമായി. ഇനി നമുക്ക് നല്ല ചൂടോടെ ഇരിക്കുന്നത് നമുക്ക് ഒരു തേങ്ങയിൽ നിന്ന് എടുത്തേക്കുന്ന കട്ടി തേങ്ങാപ്പാലാണിത്, ഇതും ചേർക്കാം. നല്ല ചൂടോടെ തന്നെ ആയതുകൊണ്ട് ഈ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമ്മൾ ഇനിയും ചൂടാക്കേണ്ട ആവശ്യമില്ല. നല്ല ചൂട് കഞ്ഞിയിലോട്ടാണ് നമ്മൾ ചേർത്തത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ നല്ല ഔഷധ ഗുണമുള്ള ഒരു ഉലുവാക്കഞ്ഞിയുടെ റെസിപ്പിയാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചുമന്നുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി എല്ലാം ചേർത്തിട്ടുണ്ട്, ഉപ്പൊക്കെ നമ്മൾ ചേർത്തതാണ്. ഇത് നമുക്ക് ആവശ്യാനുസരണം ഒരു കാസറോളിലോട്ടൊക്കെ പകർത്തി ചൂടോടെ തന്നെ ചമ്മന്തി അതുപോലെ തന്നെ തോരനൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ കർക്കിടകത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ രീതിയിൽ ഔഷധക്കഞ്ഞി വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കണം. എല്ലാവരും നല്ല ആരോഗ്യത്തോടെ ഇരിക്കട്ടെ.